നരേന്ദ്രമോദിജിയോടോ അല്ലെങ്കിൽ മറ്റു BJP മന്ത്രിമാരോടോ രാഹുൽ ഗാന്ധി പോലും ഇതുപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവില്ല. ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് അടിച്ചു പോകും. നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ കാണാം. അതിനുശേഷം ഇതൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും അവരെ താങ്ങി നടക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടേഴ്സിനുള്ള മറുപടി നമുക്ക് കൊടുക്കാം. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. अरे भाजपा के नकली हिंदुओं सुनो, कोई नहीं डरता तुम्हारे पप्पा से। पीएम केयर फंड की बात करेंगे, मोदी जी जवाब नहीं देंगे। नीट का पेपर लीक होगा, धर्मेंद्र प्रधान जवाब नहीं देगा। रेलवे में अच्छा खाना नहीं मिलेगा, अश्विनी वैष्णव जवाब नहीं देगा। सुनते रहना, हमारे लोग शहीद होंगे, राजनाथ सिंह जवाब नहीं देगा। मणिपुर जल रहा है, अमित शाह जवाब नहीं देगा। पेट्रोल क्रूड का तेल का रेट घट गया है, लेकिन हरदीप पुरी जवाब नहीं देगा। सड़कें खड्डे बन गई, एक्सप्रेस वे बर्बाद हो गए, लेकिन नितिन गडकरी यानी कि गड्ढा करी वो जवाब नहीं देगा। अब सुनो, कोई सवाल करेगा तो नितिन गडकरी भरी सभा में धमकी देगा। तुम्हें बाद में बात करेंगे नहीं तो पुलिस बुला के बाहर निकाल दूंगा। अगर कोई मुंबई और पुणे लिंक के ऊपर घोटाले की बात कर दे तो वहां फडणवीस धमकी देगा। ऐसे कुछ भाड़े के टट्टे इस मिसिंग लिंक के बारे में भी पैसा ले लेकर सोशल मीडिया पर लिख रहे थे, उनको भी कह देना चाहता हूं, अगर महाराष्ट्र का अपमान करोगे छोड़ूंगा नहीं। अब तुम सुनो बेटा टुओं, कोई नहीं डरता तुम लोगों से। तुम्हारा मोदी, अब मैं हमारा नहीं बोलूंगा, तुम्हारा मोदी आज 35 देशों के भ्रमण कर रहा है और भ्रमण करते करते हर राज्य देश का जाके एक टॉप लेवल का सर्टिफिकेट लेके आ रहा है। मणिपुर जाने में डर लगता है, अरुणाचल प्रदेश जाने में डर लगता है, लेह लद्दाख जाने में डर लगता है, बराबर, क्योंकि अपने देश के लोगों से बात करने में डर लगता है। बात मन की करते हैं, पब्लिक के सामने आगे की नहीं करते। क्यों? क्योंकि पब्लिक अब सच्चाई जान चुकी है कि नाले में छेद करके गैस नहीं बनता। इस देश का बहुत छेद कर दिया तुम लोगों ने। अब पब्लिक उतरेगी सड़कों पे, एथेनॉल के लिए, एजुकेशन के लिए, एम्प्लॉयमेंट के लिए। और राम मंदिर का चोरी होगा तो योगी आदित्यनाथ जवाब नहीं देंगे। नहीं, लोगों के घर बुलडोज करोगे, फेक इनकाउंटर कराओगे। देश जाग गया है, कोई नहीं डरता तुम लोगों से और नहीं तुम्हारे पापा से। पहुंचा दो ये वीडियो उन लोगों तक, जो कार्रवाई करनी है करो, जाओ, कोई नहीं डरता तुम लोगों से। वंदे मातरम। കേട്ടില്ലേ? ഇദ്ദേഹം ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമുക്ക് 1 by 1 ആയി നോക്കാം. ഇദ്ദേഹത്തിന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെയും അതുപോലെ ടോപ്പ് BJP ലീഡേഴ്സിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസസ് അതിൽ കൃത്യമായ രീതിയിൽ ഇവർ ഒരു മറുപടി തരുന്നില്ല, ഒരു ആൻസർ നൽകുന്നില്ല, അക്കൗണ്ടബിലിറ്റി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അതിൽ ആദ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അക്യൂസ് ചെയ്യുന്നത് പ്രധാനമന്ത്രി എന്തുകൊണ്ട് PM കെയർ ഫണ്ടിനെ കുറിച്ച് ആൻസർ ചെയ്യുന്നില്ല, അതിന്റെ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യുന്നില്ല എന്നാണ് ആദ്യത്തെ ചോദ്യം. ഈ PM കെയർ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡൊണേഷൻസും അതുപോലെ കോർപ്പറേറ്റ് ഡൊണേഷൻസ് അങ്ങനെയുള്ള പല ഡൊണേഷൻസ്, പബ്ലിക് ഡൊണേഷൻസ് ആണ് അവിടെ നടക്കുന്നത്, പൊതുജനങ്ങൾ നൽകുന്ന ഡൊണേഷൻസ് ആണ്. അപ്പോൾ ഈ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള PM കെയർ ഫണ്ട് പല കാര്യത്തിനും വിനിയോഗിച്ചു എന്ന് പറയുന്നു. പക്ഷെ അത് എന്തിന് വിനിയോഗിച്ചു, എത്ര ഫണ്ട് കിട്ടി, അല്ലെങ്കിൽ എത്ര ഓരോ കാര്യത്തിന് വിനിയോഗിച്ചു എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ ചോദിച്ചപ്പോൾ അത് RTI ആയിട്ട് ബന്ധമില്ല, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, കൃത്യമായ രീതിയിൽ പണം വാങ്ങിച്ചു, അത് കൃത്യമായ രീതിയിൽ വിനിയോഗിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കാര്യം കൃത്യമായി ജനങ്ങളിലേക്ക് അറിയിക്കാൻ ഇവരെന്തിനു മടിക്കുന്നു? അതായത് എന്തെങ്കിലും ഈ ഫണ്ട് തെറ്റായ ഒരു രീതിയിലേക്ക്, അതായത് കുറെ പേർ അക്യൂസ് ചെയ്യുന്നുണ്ട് ഇത് വോട്ടിന്, അതായത് വോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് PM കെയർ ഫണ്ട് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണോ ഈ PM കെയർ ഫണ്ടിന്റെ ഇൻഫോർമേഷൻസ് ഒന്നും കൃത്യമായി പുറത്തുവിടാത്തത്? അല്ല, തെറ്റായ രീതിയിൽ ഈ പണം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരെന്തിനു മടിക്കുന്നു? ഈ ഒരു ഇൻഫോർമേഷൻസ് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇവർ മടിക്കുന്നത്? അപ്പോൾ അതിൽ എന്തോ കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ അവർ മടിക്കുന്നത്. അതുപോലെ പിന്നീട് നരേന്ദ്രമോദിജിയെ കുറിച്ച് തന്നെ പറയുന്നതാണ്, അതായത് ആള് വേൾഡ് ട്രിപ്പിലാണ്, ഫുള്ള് ട്രിപ്പായി നടക്കുക, അതായത് ഫോറിൻ ട്രിപ്പാണ്, അധികവും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കലാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റിസീവ് ചെയ്യുക, അതായത് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മുടെ രാജ്യത്ത് പല സ്റ്റേറ്റിലും പ്രശ്നങ്ങളുണ്ട്. മണിപ്പൂരിൽ, അരുണാചൽ പ്രദേശ്, ലഡാക്ക്, ഇവിടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇഷ്യൂസസ് ഉണ്ട്. ആ ഇഷ്യൂസസിനെ പറ്റിയോ അല്ലെങ്കിൽ ആ പ്ലേസസിലേക്ക് പോകണ്ട. ആ പ്ലേസസിലേക്ക് നമുക്കറിയാം പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ പോകണ്ട. പക്ഷെ ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴെങ്കിലും കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ
പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഈ മൻ കി ബാത്തിനെ കുറിച്ചാണ്. അതായത് മൻ കി ബാത്തിൽ അദ്ദേഹത്തിന് എന്താണോ തോന്നുന്നത്, അദ്ദേഹത്തിന്റെ മൈൻഡിൽ എന്താണോ അതങ്ങ് പറയും, അല്ലാതെ പബ്ലിക്കിന് എന്താണോ കേൾക്കേണ്ടത് അത് മൻ കി ബാത്തിൽ വന്ന് പറയാറില്ല എന്ന്. ഞാൻ ഓൾറെഡി എന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൻ കി ബാത്തിനെ കുറിച്ച്. അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും, പക്ഷെ നമുക്ക് അതായത് ജനങ്ങൾക്ക് എന്താണോ കേൾക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾ ചോദിച്ച അതിനുള്ള ഉത്തരമല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് പോകും. അതാണോ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കേണ്ടത്? ഒരിക്കലുമല്ല. അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് നീറ്റ് എക്സാം പേപ്പർ ലീക്കിൽ ഇപ്പോഴും എന്തുകൊണ്ട് അദ്ദേഹം സൈലന്റ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ജന്തർ മന്ദിറിൽ ഇന്നത്തേക്ക് ഏകദേശം 22-23 ദിവസമായി അവർ അവിടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് CJP. അതുപോലെ ഹങ്കർ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. ഇന്ന് 17ാമത്തെ ദിവസമാണ് അവിടെ ഹങ്കർ സ്ട്രൈക്ക് നടക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനോ ആ കാര്യത്തെ പറ്റി അഡ്രസ് ചെയ്തിട്ടില്ല. ആകെ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾ തീവ്രവാദികളാണ് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. അതായത് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആണ്. ആ സ്റ്റുഡൻസിനെയാണ് തീവ്രവാദികൾ എന്ന് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ അപ്പുറം പിന്നെ എന്ത് പറയാനാണ്? അടുത്തതായിട്ട് അശ്വിനി വൈഷ്ണവ്, റെയിൽവേ മിനിസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ അക്യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിലെ പുവർ ആയിട്ടുള്ള, അതായത് പുവർ ക്വാളിറ്റി ഫുഡ് അഡ്രസ് ചെയ്യുന്നില്ല, അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് സോൾവ് ചെയ്യുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. നമുക്കറിയാം റെയിൽവേയിലെ ഫുഡിൽ നമ്മൾ അധികം ന്യൂസസ് കാണുന്നതാണ് റെയിൽവേ ഫുഡിൽ എന്താണ് എന്തെങ്കിലുമൊക്കെ, അതായത് ഒട്ടും ഹൈജീനി അധികം ഉണ്ടാവാറില്ല. ഈ ഫുഡിൽ നിന്നൊക്കെ പല സാധനങ്ങളും കിട്ടാറുണ്ട്. അത് നമ്മൾ ഒരുപാട് വിഷ്വൽസ് അല്ലെങ്കിൽ ന്യൂസസ് നമ്മൾ കേട്ടതാണ്. ഓക്കെ, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം. നമുക്കറിയാം റെയിൽവേ ഫുഡ് എന്താണ് അവസ്ഥ എന്ന്. അടുത്തതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്നാഥ് സിംഗ്, ഡിഫൻസ് മിനിസ്റ്റർ, ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ കാത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സോൾജേഴ്സ് അവർ മരണപ്പെട്ടിട്ട് അല്ലെങ്കിൽ വീരമൃത്യു അടിഞ്ഞിട്ട് രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവൻ ബലി കൊടുത്തിട്ടും അവരെ കുറിച്ച് എന്തുകൊണ്ട് ഈ പറയുന്ന രാജ്നാഥ് സിംഗ് കാര്യങ്ങൾ പറഞ്ഞില്ല, കൃത്യമായി ആൻസർ പറഞ്ഞില്ല? കാരണം ആദ്യം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും കൊല്ലപ്പെട്ടിട്ടില്ല, അതായത് സോൾജേഴ്സ് ഒന്നും മരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നു സോൾജേഴ്സ് മരണപ്പെട്ടിട്ടുണ്ട്, അവർ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത് എന്തുകൊണ്ട് ആ കളവ് വരണം? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഇദ്ദേഹം ചോദിച്ചത്. അതുപോലെ അടുത്തതായിട്ട് അമിത്ഷാ, നമ്മുടെ ഹോം മിനിസ്റ്ററിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് മണിപ്പൂർ ഇഷ്യൂവിലാണ്. കാരണം മണിപ്പൂരിൽ നമുക്കറിയാം ഒരുപാട് വയലൻസ് നടക്കുന്നുണ്ട്, അവിടെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഇതുവരെ നമ്മളുടെ ഹോം മിനിസ്റ്റർ പല ചോദ്യങ്ങളും പലരും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ ഉത്തരം നമ്മുടെ ഹോം മിനിസ്റ്റർ ബഹുമാനപ്പെട്ട അമിത്ഷാ കൊടുത്തിട്ടില്ല. അപ്പൊ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം ഇതൊക്കെ അറിയാനുള്ള അവകാശം ഒരു ഇന്ത്യൻ എന്ന നിലയിൽ നമുക്കൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇതൊക്കെ അവർ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്, ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതായത് ജനങ്ങൾ ഒന്നും അറിയണ്ട, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രം അവർ കണ്ടാലും അറിഞ്ഞാലും മതി എന്നുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ. അതുപോലെ ഹർദീപ് സിംഗ് പുരി, നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ, അവരോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസ് ഗ്ലോബലി കുറഞ്ഞിട്ടും എന്തുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ്, അതായത് നമുക്കറിയാം ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും ഏകദേശം 2-3 വർഷത്തോളം കുറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴും നമ്മൾ ഇവിടെ പെട്രോൾ വാങ്ങിച്ച വിലയിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ ഒരു ബെനിഫിറ്റ്, ആ ഒരു നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാതിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം ഈ കാര്യത്തിലും ഇത് ചോദിച്ചപ്പോഴും നമ്മളുടെ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി മിണ്ടാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൈസ് ഗ്ലോബലി കുറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇവിടെ കുറയുന്നില്ല എന്ന്. അതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഹർദീപ് സിംഗ് പുരി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ തന്നിട്ടില്ല. നമ്മൾ അറിയില്ല എന്തുകൊണ്ടാണ്, നമുക്കറിയില്ല. അതുപോലെ നിതിൻ ഗഡ്കരി, റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മിനിസ്റ്റർ, അവരെ വിളിച്ചിട്ടുള്ള അവരുടെ ഒരു റെഫർ ചെയ്തിട്ടുള്ള ഒരു വിളിപ്പേര് വിളിച്ചിട്ടുണ്ട്, അതായത് കളിയാക്കുന്ന പോലെ ഒരു വിളി വിളിച്ചിട്ടുണ്ട്, അതായത് ഗഡ്കരി എന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ റോഡിൽ മുഴുവനായിട്ടും, അതായത് ഇന്ത്യൻ റോഡിൽ പലയിടത്തായിട്ടും എന്താണ് മുഴുവനായിട്ടും എന്നാണ് പറഞ്ഞത്, പലയിടത്തും നമ്മൾ കാണുന്നതാണ്, കുഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുപോലെ എക്സ്പ്രസ് വേ ആണെങ്കിൽ കംപ്ലീറ്റ്ലി പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെപ്പറ്റി ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചണമെന്നല്ല, അതായത് ഗഡ്കരിയുടെ ഒരു ക്ലിപ്പ്. ആ ക്ലിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളെ പോലീസിനെ വെച്ച് പുറത്താക്കും എന്നൊരു രീതിയിലാണ് ആ ഒരു ക്ലിപ്പിൽ ഗഡ്കരി പറയുന്നത്. ഓക്കെ, അതായത് ചോദ്യം ചെയ്യാൻ പറ്റില്ല, നമ്മളെ മിനിസ്റ്ററിനെ ഒക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, അല്ലെങ്കിൽ എടുത്ത് പുറത്തേക്കിടും, അല്ലെങ്കിൽ കേസ് വരും, അങ്ങനെയൊക്കെ വരും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ, പുതിയ ഇന്ത്യ. അതുപോലെ ദേവേന്ദ്ര ഫഡ്നവ്,
CM ഓഫ് മഹാരാഷ്ട്ര. ഇവിടെ അവരെ അക്യൂസ് ചെയ്തിട്ടുള്ളത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ മന്ത്രി ചെയ്യുന്നത്. അതായത് അവിടുത്തെ സ്കാമിനെ കുറിച്ച്, പ്രത്യേകിച്ചും മുംബൈ പൂനെ ലിങ്ക് റോഡ്, ആ സ്കാമിനെ കുറിച്ചിട്ട് ജനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരിക്കുന്ന ജനങ്ങളെ ത്രട്ടൺ ചെയ്യുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ക്ലിപ്പും കൂടി അതിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ല, ബാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കാണാം. അതിലൊരു ക്ലിപ്പും കൂടി വെച്ചിട്ടുണ്ട് ഫട്നവിന്റെ. അതായത് ഫട്നവ് പറയുന്നത് വാൺ ചെയ്യുന്നതാണ്, ആരെങ്കിലും മഹാരാഷ്ട്രയെ ഡിസ്റെസ്പെക്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടില്ല എന്നാണ് പറഞ്ഞത്. അതായത് മഹാരാഷ്ട്ര എന്ന് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മഹാരാഷ്ട്ര ഗവൺമെന്റിനെയാണ്. മഹാരാഷ്ട്ര ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഇവിടെ ഫട്നവ് വെച്ചിട്ടുള്ളത്. അതായത് ആരെങ്കിലും ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തതിനാൽ അവർ മഹാരാഷ്ട്രയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കാമിനെ കുറിച്ചൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്ന രീതിയിലാണ് ഫട്നവ് സംസാരിക്കുന്നത്. ഇനി അടുത്തത് യോഗി ആദിത്യനാഥ്. നമുക്കറിയാം UP യിലെ മുഖ്യമന്ത്രി. ഇവരെ അക്യൂസ് ചെയ്തിട്ടുള്ളത് രാം മന്ദിറിൽ നടന്നിട്ടുള്ള കളവ്. ഇത് കൃത്യമായ രീതിയിൽ ഇതിനെ അഡ്രസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേസമയം യോഗി ആദിത്യനാഥ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീടുകളൊക്കെ ബുൾഡോസർ വെച്ചിട്ട് തകർക്കാനും അതുപോലെ എൻകൗണ്ടർ, ഫേക്ക് എൻകൗണ്ടർ നടത്താനൊക്കെയാണ് യോഗി ആദിത്യനാഥിന് താല്പര്യം. അല്ലാതെ രാം മന്ദിറിൽ നടന്നിട്ടുള്ള ഇൻസിഡന്റ് കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്യുന്നില്ല എന്നാണ് ഇദ്ദേഹം യോഗി ആദിത്യനാഥിനെ അക്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അവസാനം ഇദ്ദേഹം ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: BJPയെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയോ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഭയക്കുന്നില്ല. അതുപോലെ ഗവൺമെന്റിന്റെ പോരായ്മകളും തെറ്റുകളൊക്കെ ഇപ്പോൾ ആളുകൾക്ക്, ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ ഇപ്പോൾ ഇനി സ്ട്രീറ്റിലേക്ക്, തെരുവിലേക്ക് ഇറങ്ങും പ്രതിഷേധവുമായി. എന്തിനു വേണ്ടിയിട്ട്? അതായത് ആൻസർ കിട്ടണം, അതായത് ഉത്തരം ലഭിക്കണം. എന്തിനു വേണ്ടി? ഇൻഫ്ലേഷനെ കുറിച്ച്, എഥനോൾ, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരത്തിന് വേണ്ടിയിട്ട് പ്രതിഷേധം നടത്തും എന്നാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അവസാനം ഇദ്ദേഹം പറയുന്നുണ്ട്, ഇതിന്റെ പേരിൽ ഗവൺമെന്റ്, അതായത് ഗവൺമെന്റിനെ ചലഞ്ച് ചെയ്യലാണ്. ഇതിന്റെ പേരിൽ എന്റെ പേരിൽ, അതായത് അദ്ദേഹത്തിന്റെ പേരിൽ ലീഗൽ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. അതായത് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൽ എന്റെ പേരിൽ ലീഗൽ ആക്ഷൻ എടുത്താൽ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അവസാനം വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതുപോലെ ഇപ്പോഴും ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് ഞാൻ കൊടുത്ത മറുപടി തൃപ്തികരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Jai Hind.